ഫയല് പഠിച്ചിട്ട് ഇതിന്റെ റിപ്പോർട്ട്സ് തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല. എനിക്കിപ്പോ സൗകര്യപ്പെടില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മാഡം വല്ലാതെ റെസ്റ്റ്ലെസ് ആണ്. എന്ത് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും മാഡം. ഐ ഡോണ്ട് നീഡ് യുവർ അഡ്വൈസ്. പ്ലീസ് ഗോ. എന്നാലും രാജു അങ്ങനെയൊക്കെ ചെയ്യോ? എന്നെ ചതിക്കോ? രാജുവിനെ പോലെ ഒരാള് ഇത്രയും മോശമായ കാര്യങ്ങൾ ചെയ്യോ? മറ്റൊരു പെണ്ണിനെ പ്രേമിക്കോ? അതോ ഇതൊക്കെ എന്റെ തെറ്റിദ്ധാരണകളാണോ? രാജുവിന് പറയാനുള്ളത് കേൾക്കാൻ അവസരം കൊടുക്കണമായിരുന്നു. എന്താ ചെയ്യേണ്ടത്? മാഡം, രണ്ടുപേർ മാഡത്തെ കാണാൻ വന്നിരിക്കുന്നു. ശരി, വരാൻ പറയൂ. ഓക്കെ മാഡം. വാടി ഇങ്ങോട്ട്. ഇരിക്കാനും നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനും ഒന്നുമല്ല ഞങ്ങൾ വന്നത്. നിങ്ങൾ ആരാ ഇതിനകത്ത് കയറി ഇങ്ങനെയൊക്കെ പറയാം? നിങ്ങൾ തോക്കിക്കാർ വെടിവെക്കാതെ. ഞാൻ പറയാം ഞങ്ങൾ ആരാണെന്ന്. ഇവളെ അറിയോ? ഇവളുടെ പേരാ റിയ. നിങ്ങളുടെ ഭർത്താവിന്റെ കാമുകി അല്ലേ? ആദ്യ ഭാര്യ. ഇവളെ ചതിച്ചിട്ട് അവനിപ്പോ മുങ്ങി നടക്കുക. നിങ്ങളുടെ ഭർത്താവ് രാജു കല്യാണം കഴിച്ച് കൂടെ കൂട്ടാന്ന് പറഞ്ഞ് വർഷങ്ങളായി ചതിച്ചുകൊണ്ടിരിക്കുക. ഇവളെന്റെ പെങ്ങളാ, ഒരേ ഒരു പെങ്ങൾ. ഇവൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോഴാ ഈ ചതിയുടെ കഥകളെല്ലാം ഞാൻ അറിയുന്നത്. അവൻ ഈ ഓഫീസിലുണ്ടാവുമെന്ന് കരുതിയാ ഇവളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ പിടികൂടും. ഭർത്താവിന്റെ ഇമ്മോറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഭാര്യ അറിയിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവുമില്ല. മനുഷ്യരല്ലേ, കൺട്രോൾ കയ്യിൽ നിന്ന് പോയാ എല്ലാം പറഞ്ഞു പോവും. ഇക്കാര്യം ഞാനും അറിഞ്ഞതാ. അത് ശരി. അപ്പൊ നിങ്ങളും കൂടി അനുവദിച്ചു കൊടുത്തിട്ടാണല്ലേ അവൻ ഈ പരസ്ത്രീ ബന്ധമൊക്കെ നടത്തുന്നത്? ഒരു ഭാര്യ എന്ന നിലയില് നിങ്ങളുടെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ മര്യാദയ്ക്ക് തന്നെയാ സംസാരിക്കുന്നത്. നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാണല്ലോ അവൻ മറ്റു സ്ത്രീകളെ തിരക്കി പോകുന്നത്. എന്റെ പെങ്ങളെ ചതിക്കാനാണ് ഭാവമെങ്കില് അവൻ വിവരം അറിയും. ഇനി ഇവളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവന്റെ പണിക്കുറ്റം ഞാൻ തീർക്കും. അത് ഈ നടന്നതിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുള്ളതല്ല. എന്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ സഹോദരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ശിക്ഷയും നൽകാം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. എന്നെ മാനസികമായിട്ട് വിഷമിപ്പിക്കാതെ ദയവായി നിങ്ങൾ ഇവിടെ നിന്ന് പോണം. ആ റാസ്കലിനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് നിങ്ങളുടെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവന്റെ ജീവനില്ലാത്ത ശരീരം ഈ സിറ്റിയിലെ ഏതെങ്കിലും ഒരു മൂലയിൽ കാണും. ഓർമ്മിച്ചോ? എന്തേത്ര ലേറ്റായി? മാഡം, എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. എവിടെ പോയതെന്ന് ഞാൻ ചോദിച്ചത്. ഞാനൊരു
അഡ്വക്കേറ്റിന്റെ ഓഫീസ് വരെ പോയത്. അഡ്വക്കേറ്റിന്റെ ഓഫീസിലോ? എന്തിന്? കോർട്ടില് ഡിവോഴ്സ് പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരു അഡ്വക്കേറ്റിന്റെ ഹെൽപ്പ് വേണം. ഇതൊരു മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷന്റെ ആപ്ലിക്കേഷനാ. പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഇതില് സൈൻ ചെയ്ത് തന്ന ഉപകാരമായി. മാഡം, ഞാൻ ഡിവോഴ്സിനൊന്നും ഒരുക്കുമല്ല. ഈ കണ്ട റിസ്ക് എല്ലാം എടുത്ത് കല്യാണം കഴിച്ചത് പിരിയാനാണോ? തെറ്റ് ചെയ്യാത്ത എന്നെ എന്തിനാ മാഡം കുരിശി തറയ്ക്കുന്ന? ഞാൻ മാഡത്തോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത്തരം തർക്കങ്ങളൊക്കെ കഴിഞ്ഞുപോയി. നിങ്ങള് വിവാഹമോചനത്തിന് തയ്യാറാവണം. മാഡം